പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 8% പോളിംഗ് 2024 അപേക്ഷിച്ച് കുറഞ്ഞത് വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി ആണ് മത്സരിച്ചത്. അദ്ദേഹം 3,60,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അതിനുശേഷം അദ്ദേഹം വയനാട് ഒഴിഞ്ഞു, റായ്ബറേലി തിരഞ്ഞെടുത്തു. അതിനെ തുടർന്ന് ഒഴിവ് വന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയും കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രമുഖ നേതാവുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ആദ്യമായി പാർലമെൻറ്റ് രംഗത്തേക്ക് വരാനായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഇടയിലൊക്കെ വലിയ ആവേശമാണ് ഉണ്ടായത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ 8% പോളിംഗ് 2024 അപേക്ഷിച്ച് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ വലിയ ആഘോഷമാക്കിയിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്. എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ 8% പോളിംഗ് കുറഞ്ഞത് കോൺഗ്രസിൻ്റെ ഇടയിലും ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്, വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ആദ്യമായി മത്സരിക്കുമ്പോൾ ഇത്രയും വലിയ ആവേശം ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ട് 8% പോളിംഗ് കുറഞ്ഞു? വളരെ സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ്. സാധാരണഗതിയിൽ പോളിംഗ് കുറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ഗുണമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളാണല്ലോ ഉയർന്നു വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് പോളിംഗ് കുറഞ്ഞത്? വലിയ ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരിൽ ചിലരെങ്കിലുമൊക്കെ തന്നെ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള സംബന്ധിച്ച് അങ്കലാപ്പുകൾ അവർ പങ്കുവെക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചു. അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായി സത്യൻ മൊകേരിയാണ് മത്സരിച്ചത്. BJPയുടെ സ്ഥാനാർത്ഥിയായ ഒരു ചെറുപ്പക്കാരി നവ്യ ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു IT രംഗത്തെ ഒരു ഉദ്യോഗസ്ഥയായിരുന്ന ഒരു സ്ത്രീ ജോലി രാജിവെച്ചിട്ടാണ് അവിടെ മത്സരിച്ചത്. ചെറുപ്പക്കാരിയാണ് മത്സരിച്ചത്. അവർ 3 പേരാണ് അവിടെ മത്സരിച്ചത്. എന്നാൽ നമുക്കറിയാം, 2024 രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി K സുരേന്ദ്രനായിരുന്നു, CPIയുടെ സ്ഥാനാർത്ഥി ആനി രാജയുമായിരുന്നു. അപ്പം അന്നും രാഹുൽ ഗാന്ധി ജയിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് പറയുമ്പോഴും അവിടെ BJPയുടെയും CPIയുടെയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥികളായിരുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു K സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു. അതുപോലെ തന്നെ CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയാണ് അവിടെ മത്സരിച്ചത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു വശത്ത് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ മറുവശത്ത് CPMൻ്റെ ഒരു പഴയകാല നേതാവായിട്ടുള്ള സത്യൻ മൊകേരി, അയാളെക്കുറിച്ച് അടുത്ത കാലത്തൊന്നും നമ്മൾ അധികം ഒന്നും കേൾക്കാറുണ്ടായിരുന്നില്ല. അയാളാണ് മത്സരിച്ചത്. BJPയുടെ ഏതൊരു ചെറുപ്പക്കാരി അവിടെ നവ്യ ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് അവർ മത്സരിക്കും. അപ്പോൾ മത്സരം ഏകപക്ഷീയമായിരുന്നു. പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ഫോർഗോൺ കൺക്ലൂഷനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത്? പോളിംഗ് ശതമാനം പ്രിയങ്ക ഗാന്ധി മത്സരിച്ച സാഹചര്യത്തിൽ കൂടേണ്ടതായിരുന്നില്ലേ? അപ്പോൾ പോളിംഗ് കുറയാൻ എന്താണ് കാരണം? അക്കാര്യം ഒന്ന് വിലയിരുത്താൻ, ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അവിടെ ഏതാനും മാസം മുമ്പാണ് ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടായത്. ഈ മുണ്ടക്കൈ ചൂരൽമല ആ പ്രദേശത്ത് വലിയൊരു പ്രകൃതി ദുരന്തമുണ്ടാകും. ഏതാണ്ട് 10-400 പേര് അവിടെ മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായി സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു മടുപ്പ് തെരഞ്ഞെടുപ്പിനോട് തോന്നുക സ്വാഭാവികമല്ലേ? അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു ദുരന്തം ഇതുപോലെ നടന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ വോട്ട് ചെയ്യുമായിരിക്കും. കാരണം ഞാൻ അടിമുടി രാഷ്ട്രീയക്കാരനായതുകൊണ്ട്. പക്ഷേ എൻ്റെ കുടുംബാംഗങ്ങളോ എൻ്റെ ഭാര്യയോ എൻ്റെ മകനോ ഒന്നും വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അവർക്കൊരു മനംമടുപ്പ് തോന്നുക സ്വാഭാവികമാണ്. കാരണം 10-400 പേരാണ് മരിച്ചൊരു സംഭവമാണ് അവിടെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് കുറയാനുള്ള ഒരു കാരണം ജനങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനോട് തിരഞ്ഞെടുപ്പിനോടുണ്ടായ ഒരു അവേർഷനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, പ്രിയങ്ക ഗാന്ധി എന്തായാലും ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പ്രിയങ്ക ഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥികൾ പരമദുർബലരുമാണ്. അവരൊന്നും ജയിക്കുന്നതിനെക്കുറിച്ചിട്ടൊന്നും ഒരു കാലത്തും ഒരു ചർച്ച വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അവരൊന്നും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ള നിലയിൽ പോലുള്ള ചർച്ചകൾ വന്നിട്ടില്ല. അപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്തായാലും ജയിക്കാൻ പോകുന്നു. പിന്നെ ഇത്ര ഈ പറഞ്ഞ പോലെ ആർമാദിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യണം എന്നെന്താണ് നിർബന്ധം എന്ന് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചു എന്നുള്ളതും ഒരു കാരണമാണ് എന്നെനിക്ക് തോന്നുന്നു. ബൂത്ത് പ്രവർത്തനമൊന്നും അവിടെ വലിയ കാര്യമായിട്ട് നടന്നില്ല എന്നുള്ള വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്,
ഈ പോളിംഗ് കുറഞ്ഞതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് CPM ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും വോട്ടുകൾ വലിയ തോതിൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ചെറിയ തോതിൽ UDFന് മറിയുകയോ ചെയ്തിട്ടുണ്ടാവണം. ഞാൻ വിശ്വസിക്കുന്നത് LDFൻ്റെയും BJPയുടെയും കേന്ദ്രങ്ങളിലായിരിക്കണം പോളിംഗ് കുറഞ്ഞിട്ടുള്ളത് എന്നാണ്, താരതമ്യേന UDF കേന്ദ്രങ്ങളെ അപേക്ഷിച്ച്. UDF കേന്ദ്രങ്ങളിലും ചെറിയ തോതിൽ വോട്ട് പോളിംഗ് കുറഞ്ഞിട്ടുണ്ടാവണം. പക്ഷേ പോളിംഗ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിലും BJP കേന്ദ്രങ്ങളിലുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സത്യം മൊകേരി ജയിക്കാൻ ഒരു സാധ്യതയില്ല. ഇടതുപക്ഷ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാകപ്പാടെ മനം മടുത്ത് നിൽക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഏതായാലും ജയിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ആവേശമുണ്ടാക്കുന്നൊരു സ്ഥാനാർത്ഥിയല്ല സത്യൻ മൊകേരി എന്നുള്ളത് കൊണ്ട് CPMകാർ പോയിട്ട് CPIക്കാർ പോലും വോട്ട് ചെയ്യാൻ പോയി കാണാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ CPM കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെയാണ് BJPയിലും. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചെങ്കിലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് K. സുരേന്ദ്രൻ എന്നുള്ളതുകൊണ്ട് വലിയ ഒരു ആർമാദിച്ചുള്ള പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യമായിട്ടുള്ള പോളിംഗ് BJPയുടെ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ടാവാം. എന്നാൽ ഇത്തവണത്തെ ഈ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നാൽ നവ്യ ഹരിദാസ് എന്നും പറഞ്ഞിട്ട് അതൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് BJP കേന്ദ്രങ്ങളിൽ വലിയൊരു മാന്ദ്യം പോളിംഗിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം ഈ നവ്യ ഹരിദാസിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രവർത്തനം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് CPM കേന്ദ്രങ്ങളിലും BJP കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുള്ള പോളിംഗിലെ കുറവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് കുറയാനുള്ള രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, പൊതുവിൽ തെരഞ്ഞെടുപ്പിനോടുള്ളൊരു അവേർഷൻ, വലിയൊരു പ്രകൃതി ദുരന്തം നടന്നു കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം നടക്കുന്നുണ്ട് ഉള്ള പൊതുജനങ്ങളുടെ ഒരു അവേർഷൻ. രണ്ട്, CPM കേന്ദ്രങ്ങളിലും BJP കേന്ദ്രങ്ങളിലും ഉണ്ടായിട്ടുള്ള ഒരു നിസ്സംഗത, മാന്ദ്യം. ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചതുകൊണ്ട് UDF കേന്ദ്രങ്ങളിൽ സാമാന്യം മെച്ചപ്പെട്ട രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത, പോളിംഗ് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ 3,60,000 കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ പോളിംഗ് കുറഞ്ഞാലും UDFന് ഭൂരിപക്ഷം കൂടുന്ന സംബന്ധിച്ച അനുഭവങ്ങൾ ഇതിനു മുമ്പുണ്ട്. 2014 എനിക്ക് ഓർമ്മയുണ്ട്, മഞ്ചേരിയിലും പൊന്നാനിയിലും ഏതാണ്ട് 60% താഴെയായിരുന്നു 2014 പോളിംഗ് ശതമാനം. പക്ഷേ അവിടെ രണ്ട് സ്ഥലത്തും മഞ്ചേരിയിലും പൊന്നാനിയിലും 1.5 ലക്ഷം വോട്ടിന് മേൽ ഭൂരിപക്ഷത്തിനാണ് 2014 മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഇനി 2024 കേരളത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് മഞ്ചേരിയിലും പൊന്നാനിയിലുമായിരുന്നു. ആ ഏറ്റവും കുറവുള്ള മഞ്ചേരിയിലും പൊന്നാനിലും എന്താ സംഭവിച്ചത്? 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനുമാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ 2014 2024 മഞ്ചേരിയിലും പൊന്നാനിയിലും പോളിംഗ് കുറഞ്ഞത് CPM കേന്ദ്രങ്ങളിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോളിംഗ് കുറഞ്ഞിട്ടും UDF സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ ജയിച്ചത്. അത് തന്നെ വയനാട് ആവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോളിംഗ് കുറഞ്ഞിട്ടുള്ളത് CPMൻ്റെയും LDFൻ്റെയും BJPയുടെയും കേന്ദ്രങ്ങളിലാണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട് ജയിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം.